നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി നിയമസഭയിലോട്ട് ഇല്ല. കൂടെയുള്ളവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ആട്ടുന്നു. AKG സെന്ററിൽ വാവിട്ട് നിലവിളിക്കുകയാണ് പിണറായി വിജയൻ. 10 വർഷക്കാലം ഭരണത്തിന്റെ തലപ്പത്ത്, പാർട്ടിയിൽ സർവ്വസന്നാധിപൻ, ചോദ്യം ചെയ്യാൻ ആരുമില്ല, എതിർക്കാൻ ആളില്ല, കാൽച്ചുവട്ടിൽ അടിമകൾ, ചുറ്റും സ്തുതിപാഠകർ, വാഴ്ത്തുപാട്ടുകൾ, കുമ്മിയടികൾ, മെഗാ തിരുവാതിരകൾ. ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല. 14 ലോകവും തന്റെ കാൽ ചുവട്ടിലാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാൾക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അധികാരവും നഷ്ടപ്പെട്ട് നടുവും തല്ലി നിലത്തേക്ക് വീണാൽ എന്താണ് അവസ്ഥ? തലപൊക്കാൻ കഴിയാത്ത പതനം, തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ. സാക്ഷാൽ പിണറായി വിജയൻ കടന്നു പോകുന്നത് ഈ ഗതികെട്ട അവസ്ഥയിലൂടെയാണ്. അതിലേറെ പതനം. ഇതുവരെ വാഴ്ത്തുപാട്ട് പാടിയവർ ഇന്ന് പുല്ലുവില കൊടുക്കുന്നില്ല. പാർട്ടിയിൽ നിന്ന് നാറിപ്പുഴുക്കുകയാണ് പിണറായി വിജയൻ. നിയമസഭയിൽ ഭരണപക്ഷക്കാരല്ല, പ്രതിപക്ഷ നിരയിൽ ഒപ്പമുള്ളവർ പിണറായി വിജയനെ എടുത്തിട്ട് കുടയുന്നു. ബാലഗോപാലും കെ രാജനും തുടങ്ങിയ നേതാക്കൾ പിണറായിയെ ഇരുത്തി അപമാനിക്കുന്നു, കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുന്നു. പ്രതിപക്ഷത്തെ കൂട്ടയടി കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. ഒരൈക്യവുമില്ലാത്ത സഭയിൽ പരസ്പരം പോരടിക്കുന്ന ഇടതുപക്ഷക്കാരെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. CPM-ൽ ഒരു കൂട്ടം നേതാക്കൾ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കസേരയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നതിന്റെ കലിപ്പാണ് നേതാക്കൾക്ക്. ഒരു പിൻഗാമിയെ പോലും പ്രഖ്യാപിക്കാതെ പാർട്ടിയെ പാതാള കുഴിയിലേക്ക് തള്ളിയ ഒരാൾ, കുടുംബത്തിന്റെ മാത്രം വളർച്ചയ്ക്ക് ഈ പ്രസ്ഥാനത്തെ ബലി കഴിപ്പിച്ച് അതിന്റെ കഴുക്കോലൂരിയ വിജയനോട് കട്ടക്കലിപ്പിലാണ് നേതാക്കൾ. P. രാജീവ്, ബാലഗോപാൽ, തോമസ് ഐസക്, KK ശൈലജ, P. ജയരാജൻ തുടങ്ങി മുതിർന്ന നേതാക്കളിൽ പലരും പിണറായിക്കെതിരാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അതാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 10 വർഷക്കാലം പിണറായി ഒരു കൂട്ടം ശിങ്കിടികളുടെ കൂട്ടത്തിലായിരുന്നു. മന്ത്രിമാർക്കും CPM-കാർക്കും പോലും ശിങ്കിടികളുടെ അനുമതി ഉണ്ടായാൽ മാത്രമേ പിണറായി വിജയന്റെ ദർശനം കിട്ടുമായിരുന്നുള്ളൂ. പേരിന് മാത്രമായിരുന്നു വകുപ്പ് മന്ത്രിമാർ. എല്ലാ വകുപ്പിലും തലയിട്ട് ഭരണം നടത്തിയത് പിണറായി വിജയനാണ്. അതിന്റെയൊക്കെ ചൊരുക്ക് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മുൻ മന്ത്രിമാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും പാർട്ടിയുടെ അധികാരം കൈവിടാതെ ധാർഷ്ട്യവും കൊണ്ടിരിക്കുന്നു. എന്നാൽ നേതാക്കന്മാർ പിണറായിക്ക് പുല്ലുവില കൊടുക്കാതെ ഒരു വഴിക്കൂടെ അവരും പണി കൊടുക്കുന്നു. അധികാരത്തിൽ മതിച്ചു പുളച്ച ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ നിയമസഭയിൽ നാണം കെടുന്ന കാഴ്ച, ഏറ്റവും പരമദയനീയ അവസ്ഥയിൽ ഇരിക്കുന്ന കാഴ്ച. ഇത് കാലം കാത്തുവെച്ച മറുപടിയാണെന്ന് ജനം പറയുന്നു. പിണറായിക്ക് ഏറ്റവും വലിയ നാണക്കേടായി മാറിയിരിക്കുന്നത് നിയമസഭയിൽ ബാലഗോപാൽ അപമാനിച്ചടിച്ചിരുത്തിയതാണ്. കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകളിൽ ഇരട്ടച്ചങ്കല്ല ഓട്ടച്ചങ്കെന്ന് അവർ ട്രോളാക്കുന്നു. രായാവ് വെറും ഭടനായി എന്നാണ് സൈബറിടം കത്തിച്ച് അവർ പരിഹസിക്കുന്നത്. എന്തോ കേട്ടോണ്ടിരിക്കുകയാണ്, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് പിണറായിക്ക് നേരെ കയർക്കുകയായിരുന്നു KN ബാലഗോപാൽ. അതിന്റെ വീഡിയോ പുറത്തു വന്നതും പിണറായി നാണം കെട്ടു. ബാലഗോപാൽ അറിഞ്ഞങ്ങ് പണിതതാണെന്ന് ആക്ഷേപം ശക്തമാകുകയാണിപ്പോൾ. കാരണം പ്രതിപക്ഷ നേതാവ് കസേരയിലേക്ക് ബാലഗോപാൽ എത്തുമെന്നായിരുന്നു ആദ്യ സൂചന. പോളിറ്റ് ബ്യൂറോയ്ക്കും അതായിരുന്നു താല്പര്യം. എന്നാൽ പിണറായി കസേര തട്ടിപ്പറിച്ചെടുത്തു. ഈ കലിപ്പ് ഉള്ളിൽ കിടക്കുന്ന ബാലഗോപാൽ പിണറായിക്കിട്ട് താങ്ങിയെന്നാണ് ആരോപണം ശക്തമാകുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ ഇനിയും ബാലഗോപാൽ വക പണി പിണറായിക്കിട്ട് കിട്ടും. നിയമസഭയിൽ പിണറായിക്ക് നേരെ ബാലഗോപാൽ കയർത്ത വിഷയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത് അതുകൂടി നമുക്കൊന്ന് നോക്കണം. KN ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പെരുമാറ്റം ശരിയായില്ല എന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ പ്രതികരണം. പിണറായി വിജയൻ കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ സീനിയർ നേതാവാണെന്നും സഭാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞത്. പിണറായി വിജയനെ പ്രായാധിക്യം തളർത്തുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് തിരുവഞ്ചൂർ വ്യക്തമാക്കിയത്, എല്ലാവർക്കും പ്രായമാവില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ പ്രായം ചെല്ലും തോറും പക്വത അങ്ങോട്ട് വർദ്ധിക്കും. പക്വതയുള്ളപ്പോൾ എപ്പോഴും എടുത്തു ചാടി ഒരു സ്പ്രിംഗ് ആക്ഷനിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനെ അവരുടെ അവശതയായിട്ടോ അല്ലെങ്കിൽ അവരുടെ മേലായികയായിട്ടോ നമ്മൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറയേണ്ട സമയത്ത് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ഷാർപ്പ് പോയിന്റിലായിരിക്കും വന്ന് നിൽക്കുന്നത്. ബാലഗോപാലിന്റെ സമീപനത്തോട് എനിക്ക് യോജിപ്പില്ല.
സഭയിൽ ബഹളമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും പറയൂ എന്ന് ആവശ്യപ്പെട്ട നടപടി ശരിയായിരുന്നില്ല. സഭയിൽ ഒരാളിനെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളെ അങ്ങനെ ക്ഷോഭിപ്പിച്ചിരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. ബാലഗോപാൽ എന്നല്ല, ആരായാലും ആ സമീപനം ശരിയല്ല. അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകണം എന്നായിരുന്നു തിരുവഞ്ചൂർ വ്യക്തമാക്കിയത്. അതായത് ബാലഗോപാൽ പിണറായി വിജയനെ അപമാനിക്കുന്ന തരത്തിൽ നിയമസഭയിൽ സംസാരിച്ചതിനെ എതിർത്തുകൊണ്ടായിരുന്നു തിരുവഞ്ചൂർ ഇങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ അപ്പോഴും CPM-ൽ നിന്ന് ഒരാൾ പോലും ബാലഗോപാലിനെ തിരുത്തിയില്ല. പിണറായി വിജയനെതിരെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പോലും ഒരു നേതാക്കളും പറഞ്ഞില്ല. അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് CPM നേതാക്കൾ ആഗ്രഹിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷം നിരന്തരം ഇപ്പോൾ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള ഇടതുമുന്നണിയുടെ അടവുകളെല്ലാം പാളുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുന്നത് LDF-ന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളാണെന്നും മുന്നണിക്കുള്ളിൽ ഇപ്പോൾ കടുത്ത വിമർശനം ഉയരുന്നു. സഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മെനയുന്ന തന്ത്രങ്ങളെല്ലാം ഒടുവിൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയമസഭയിൽ കണ്ടത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടാൻ ശക്തമായ കൂട്ടായ്മ വേണമെന്നിരിക്കെ LDF-ൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷ നിരയെ പൂർണ്ണമായി നിശ്ചലമാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ തർക്കം കാരണം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പോലും ഇടതുപക്ഷ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് ഇത്. സഭയിൽ എങ്ങനെ ഒന്നിച്ച് നീങ്ങണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത വിധം ഭിന്നത രൂക്ഷമായതാണ് LDF-ന് സഭയ്ക്കുള്ളിൽ നിരന്തരം തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്നാണ് CPM-കാർ തന്നെ പറയുന്നത്. കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ സഭയിൽ പ്രതിപക്ഷം കൂടുതൽ ഹാസ്യ കഥാപാത്രങ്ങളായി മാറുമെന്ന മുന്നറിയിപ്പാണ് ഘടകകക്ഷികളും നൽകുന്നത്. സമരക്കാർക്ക് നേരെ പോലീസ് ചെളിവെള്ളം അടിച്ചുവെന്ന് സഭയിൽ ആരോപിച്ച് ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ CPI നേതാവ് K. രാജൻ കുപ്പിയിലാക്കി കൊണ്ടുവന്ന ചെളിവെള്ളമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ആദ്യത്തെ അടി കൊടുത്തത്. ആ വെള്ളം റോഡിലെ ചെളിക്കുഴിയിൽ നിന്നും കോരിയെടുത്തതാണെന്ന് സഭയിൽ തെളിഞ്ഞതോടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു. രാജൻ കൊടുത്ത ഈ പണിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നിരയിലെ ഈ ആശയക്കുഴപ്പം രൂക്ഷമായതോടെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സകല കാര്യങ്ങളും തുറന്നു പറയാൻ പിണറായിയോട് KN ബാലഗോപാൽ ആക്രോശിച്ചതും മുന്നണിയിലെ ഏകോപനമില്ലായ്മ പരസ്യമാക്കുന്നതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനുള്ള നിർദ്ദേശം അടങ്ങിയ ധനബിൽ ചർച്ചയിലാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയത്. മദ്യ കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ബിൽ സഭയിലേക്ക് സർക്കാർ ഒളിച്ചു കടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയ്ക്കകത്തും പുറത്തും ഉയർത്തിയ പ്രധാന വിമർശനം. എന്നാൽ ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചത് കാര്യോപദേശക സമിതിയായിരുന്നു. ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് K. രാജനുമുണ്ട്. സമിതിയിൽ വെച്ച് ഇതിനെ എതിർക്കാത്ത പ്രതിപക്ഷ നേതാവ് ബില്ല് സഭയിൽ വന്നപ്പോൾ രാഷ്ട്രീയ നാടകത്തിന് മുതിർന്നത് സ്വയം പരാജയപ്പെടുത്തുന്ന വാദമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശനാകട്ടെ മുൻപ് ഇടതു ഭരണകാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബജറ്റുമായി ബന്ധപ്പെട്ട ധനബിൽ ഇതേപോലെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ കൊണ്ടുവന്ന കാര്യം അക്കമിട്ട് നിരത്തി പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുകയും ചെയ്തു. ഇത് കൂടാതെ ബെക്കാഡി കമ്പനിയുമായിട്ട് ആദ്യം TIS പറഞ്ഞത് ആരാണ് എന്നുള്ള ചോദ്യവും കൂടി ഭരണപക്ഷത്ത് നിന്ന് ഉയർന്നതോടെ പ്രതിപക്ഷം അടിയേറ്റിരുന്നു. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടും സഭയിൽ വേണ്ടത്ര അങ്ങോട്ട് ഫലിച്ചില്ല. സഭാ നടപടികളിലും നിയമങ്ങളിലും അതീവ സാമർത്ഥ്യക്കാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ഏറ്റുമുട്ടാൻ കൃത്യമായ ഹോംവർക്കോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് പ്രതിപക്ഷം എത്തുന്നതെന്ന് LDF-ലെ മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ലഭിക്കുന്ന സുവർണ അവസരങ്ങൾ പലതും പ്രതിപക്ഷത്തിന്റെ പക്വതയില്ലാത്ത നീക്കങ്ങളും തന്ത്രങ്ങളിലെ പാളിച്ചകളും പരസ്പരമുള്ള തമ്മിലടിയും കാരണം നഷ്ടപ്പെടുകയാണ്. ഈ വീഴ്ചകളാണ് യഥാർത്ഥത്തിൽ VD സതീശൻ സർക്കാരിന് സഭയിൽ വൻ മുൻതൂക്കം നൽകുന്നത്. CPM-ൽ നേതാക്കൾ തമ്മിൽ അസ്വാരസ്യം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പിണറായിയും ഗോവിന്ദനും മാറി നിൽക്കണമെന്ന വലിയ അഭിപ്രായമാണ് പാർട്ടിക്കാരിലുള്ളത്. പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഒരു പുതിയ മുഖം വേണം. 75 വയസ്സ് പിന്നിട്ടവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഭരണപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന പാർട്ടി നയം പിണറായിയുടെ കാര്യത്തിൽ മാത്രം പൊളിച്ചെഴുതി. കാരണം PB എന്നാൽ പിണറായി വിജയനാണല്ലോ, എതിർക്കാനോ വിമർശിക്കാനോ മറ്റാരുമില്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി ചാടിക്കയറിയിരുന്നതും അതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മാത്രം പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നു എന്ന ആക്ഷേപം പരിഹരിക്കാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് PBയിൽ ആവശ്യം ഉയർന്നിരുന്നു. കണ്ണൂർ ലോബിയുടെ ആധിപത്യം അവസാനിപ്പിച്ച് CPMനെ കേരളത്തിൽ ഉടനീളം സജീവമാക്കാൻ ബാലഗോപാലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് നേതാക്കൾ വാദിച്ചിരുന്നു. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ വിഷയങ്ങളിൽ കണിശമായ നിലപാടുമുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ തിളങ്ങാൻ പ്രാപ്തനാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കിയത്. VD സതീശനെ പോലെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു നേതാവിനെ നേരിടാൻ ബാലഗോപാലിനെ പോലെയുള്ള ഒരു മികച്ച വാഗ്മി അനിവാര്യമാണെന്ന് പാർട്ടി കൂട്ടായി അന്ന് തീരുമാനമെടുത്തിരുന്നു. പാർട്ടിയെ അടിമുടി അഴിച്ചുപണിയാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണശൈലിയും അഹങ്കാരവുമാണ് പരാജയത്തിന് കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തലിൽ കേന്ദ്ര കമ്മിറ്റി എത്തുകയും ചെയ്തതാണ്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പാർട്ടി സംവിധാനത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ രീതിയിലേക്ക് മടങ്ങാനായിരുന്നു CPM ശ്രമിച്ചത്. CPI ഉൾപ്പെടെയുള്ള മുന്നണി പങ്കാളികൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. എന്നാൽ ഞാൻ തന്നെ ക്യാപ്റ്റൻ എന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് കസേരയിലേക്കും പിണറായി തന്നെ കയറിയിരുന്നു. ഇതിന്റെ കലിപ്പ് നേതാക്കൾക്ക് എല്ലാവർക്കും പിണറായിയോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പിണറായിയെ കൂട്ടമായി ആക്രമിക്കുന്നത്. നിയമസഭയിൽ പിണറായി നാണം കെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പിണറായി ഫാൻസ് പോകുന്നത്. കാരണം അവർക്ക് ഇരട്ടച്ചങ്കനും കപ്പിത്താനും ക്യാപ്റ്റനും കാരണഭൂതനും ഒക്കെയാണ്, ഇന്ദ്രനും ചന്ദ്രനും ഒക്കെയാണ് പിണറായി. അങ്ങനെയുള്ള പിണറായി എവിടെയെങ്കിലും നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്നത് പിണറായി അനുയായികൾക്ക് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ ബാലഗോപാലിനെ പോലുള്ള നേതാക്കൾക്കെതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPMൽ ഇപ്പോൾ ഒരു കൂട്ട പുകച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിയിലേക്ക് എത്താം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.